രാമ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഹരേ രാമ 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 ഹരി ഹരി. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി. ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരി. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരി. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മള് ഈശോപനിഷത്ത് 8ാമത്തെ മന്ത്രമല്ലേ നമ്മൾ ഇന്ന് എടുക്കേണ്ടത്? അതെ മാതാജി. 8ാമത്തെ മന്ത്രം അല്ലേ? അപ്പൊ നമ്മള് 8ാമത്തെ മന്ത്രം നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നാളെ നമുക്ക് പരീക്ഷയും വെക്കാം കേട്ടോ. നാളെയാ? പിന്നെ നിങ്ങൾ പഠിച്ചില്ലേ ഇപ്പൊ? ഒന്ന് മാതാജി, മറ്റന്നാളെ വെക്കാം. ലേറ്റ് ആവില്ലേ? ഹരേ കൃഷ്ണ. നോക്കാം നമുക്ക് കൂടെ നീട്ടിന്നും പറഞ്ഞു ഒന്നിന്റെ അപ്പോഴും ഇത് തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സഭ്യര്യഗാചുക്രം അകായമവർണം അസ്നാവിരം ശുദ്ധം അപാപവിധം കവിർമനിഷി പരിഭൂ സ്വയംഭൂ യഥാ തത്യഥോർത്ഥാൻ വ്യഥഥാച്ച ശോദീപ്യ സമാപ്യ. സപര്യഗാചുക്രം അകായമവർണം അസ്നാവിരം ശുദ്ധമപാപവിധം കവിർമനിഷി പരിഭൂ സ്വയംഭൂ യഥാ തത്യഥോർത്ഥാൻ വ്യഥഥാച്ച ശോദീപ്യ സമാപ്യ. ഹരേ കൃഷ്ണ. അതിന്റെ മീനിങ് വായിക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? ഭഗവാനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? 8ാമത്തെ മന്ത്രത്തിൽ 7ാമത്തെ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു. 6ാമത്തെ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്നും ഭഗവാന്റെ അംശമാണെന്നും എല്ലാതും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ദർശിക്കുന്നവനും എല്ലാറ്റിലും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവൻ, അങ്ങനെയുള്ള വ്യക്തി എന്താണെന്ന് പറഞ്ഞു? എല്ലാറ്റിലും ഒന്നിനെ വെറുക്കുന്നില്ല എന്ന് കണ്ടു അല്ലെ? പിന്നെ 7ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു എല്ലാ ജീവാത്മാക്കളും ഗുണത്തില് ഭഗവാന് തുല്യരാണെന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടിയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഭയവും മായവും ഒന്നും അനുഭവപ്പെടുന്നില്ല എന്ന് അല്ലെ? ഗുണത്തില് ഭഗവാന് തുല്യരാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഭഗവാനെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള ഒരു വ്യക്തി ഭഗവാൻ എങ്ങനെയാണ്? ശരീരമില്ലാത്തവനാണ്, സർവജ്ഞനാണ്, ദോഷരഹിതനാണ്, സിരകളില്ലാത്തവനാണ്, പാപരഹിതനാണ്, സ്വയം സമ്പൂർണനാണ്, തത്വജ്ഞാനിയും അനാദികാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നവനുമായ സർവശക്തനെ വസ്തുതാപരമായി
ശരീരമില്ലാത്തവനാണ്, സർവജ്ഞനാണ്, സമ്പൂർണനാണ്, പിന്നെ ദോഷരഹിതനാണ്, പാപരഹിതനാണ്, സിരകളില്ലാത്തവനാണ്, പിന്നെ തത്വജ്ഞാനിയും സിരകളില്ലാത്തവനും തത്വജ്ഞാനിയുമാണ്. മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നവനാണ്. അങ്ങനെ വസ്തുതാപരമായിട്ട് ഭഗവാനെ ഗ്രഹിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി എളുപ്പത്തിൽ 6-7 പോയിന്റ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം. ഭഗവാൻ എങ്ങനെ ഗ്രഹിച്ചിരിക്കുന്ന പറയണത്? ഫസ്റ്റ്, ഭഗവാൻ ശരീരമില്ലാത്തവനാണ് അല്ലെ. ഭഗവാന്റെ ആത്മാവും ശരീരവും ഒന്ന് തന്നെയാണ്. ശരീരമില്ലാത്തവനാണ്. പിന്നെ ഭഗവാൻ എങ്ങനെയാണ്? സർവജ്ഞനാണ്, സമ്പൂർണനാണ്. ഭഗവാൻ സർവജ്ഞനുമാണ്, സമ്പൂർണനുമാണ്. രണ്ടെണ്ണം വന്നു, സർവജ്ഞനും സമ്പൂർണനും. പിന്നെ ദോഷരഹിതനും പാപരഹിതനുമാണ്. 2 പോയിന്റ്. ദോഷരഹിതനും പാപരഹിതനും, സർവജ്ഞനും സമ്പൂർണനും. പിന്നെ ശരീരമില്ലാത്തവനും സിരകളില്ലാത്തവനും. ഒന്ന് ശരീരവും ഇല്ല, സിരകളില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നമ്മളെ കൈ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഞരമ്പ് കാണാൻ പറ്റും, ബ്ലഡ് കാണാൻ പറ്റും അല്ലെ. ഭഗവാൻ എന്തില്ല? ഭഗവാൻ ഇത്തരത്തിൽ സിരകളും ബ്ലഡും ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന് ശരീരവും ഇല്ല, സിരകളും ഇല്ല. ഭഗവാൻ സർവജ്ഞനാണ്, സമ്പൂർണനാണ്, ദോഷരഹിതനാണ്, പാപരഹിതനാണ്. പിന്നെ ഒരു പോയിന്റ് ഏതാണ്? തത്വജ്ഞാനിയാണ്. പിന്നെ അനാദികാലം മുതൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങള് നിറവേറ്റുന്നതുമായ ആ സർവേശ്വരനെ വസ്തുതാപരമായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അനാദികാലം മുതൽക്ക് തന്നെ നമ്മുടെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നതുമായ ആ സർവേശ്വരനെ വസ്തുതാപരമായി ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് 8ാമത്തെ മന്ത്രത്തിൽ എന്താ പറഞ്ഞത്? ഭഗവാനെ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് പറയാണ്. ഇപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞിട്ടില്ല. എങ്ങനെയാ മനസ്സിലാക്കിയത്? അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ്? ശരീരമില്ലാത്തവനാണ്, സിരകളില്ലാത്തവനാണ്, സർവജ്ഞനാണ്, സമ്പൂർണനാണ്, പാപരഹിതനാണ്, ദോഷരഹിതനാണ്, തത്വജ്ഞാനിയാണ്. പിന്നെന്താ പറഞ്ഞത്? അനാദികാലം മുതലേ തന്നെ നമ്മുടെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നവനുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാനെ വസ്തുതാപരമായിട്ട് ഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി. എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയത് ഒന്നുകൂടി ഞാൻ പറയാം. ഈ ഓർഡറിൽ ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാം. അല്ലെങ്കിൽ ഇതേപോലെ പഠിച്ചാലും വിരോധമില്ല. ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിലാവുമ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവാം. എങ്ങനെയാണ് ആ ഭഗവാനെ മനസ്സിലാക്കുന്നത്? ഭഗവാന് ശരീരമില്ലാത്തവനാണ്, സിരകളില്ലാത്തവനാണ്, സർവജ്ഞനാണ്, സമ്പൂർണനാണ്, ദോഷരഹിതനാണ്, പാപരഹിതനാണ്, പിന്നെന്താണ്? തത്വജ്ഞാനിയാണ്. അനാദികാലം മുതൽക്ക് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്നതുമായിട്ടുള്ള സർവശക്തനെ വസ്തുതാപരമായി ഗ്രഹിച്ചിരിക്കുന്നു. കിട്ടിയോ? ഞാൻ പറഞ്ഞ പോയിന്റ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മനസ്സിലായോ? ഒന്നുകൂടെ പറയോ? എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ഗ്രഹിച്ചിരിക്കുന്നത്? 8ാമത്തെ മന്ത്രത്തിൽ പറയണത് ഭഗവാൻ ശരീരമില്ലാത്തവനും സിരകളില്ലാത്തവനുമാണ്. 2 പോയിന്റ് അല്ല. ശരീരമില്ലാത്തവനാണ്, സിരകളില്ലാത്തവനാണ്, പാപരഹിതനാണ്, ദോഷരഹിതനാണ്, സമ്പൂർണനാണ്, സർവജ്ഞനാണ്, തത്വജ്ഞാനിയാണ്. അങ്ങനെ പിന്നെന്താണ്? അനാദികാലം മുതൽക്ക് തന്നെ നമ്മുടെ അഭിഷ്ടങ്ങളെല്ലാം നിറവേറ്റി തരുന്നതുമായിട്ടുള്ള ഭഗവാനെ വസ്തുതാപരമായിട്ട് ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ പണ്ടേ മുതലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നടത്തി തരുന്നതാണ് ഭഗവാൻ. ആ ഭഗവാനെ വസ്തുതാപരമായി ഗ്രഹിച്ചിരിക്കുന്നു. മനസ്സിലായോ? അതെ. ഹരേ കൃഷ്ണ. പറയാൻ പറ്റും ഒരാൾക്ക്? പറയാം. ഞാൻ പറയാം മാതാജി. ഭഗവാൻ സർവജ്ഞനാണ്, സമ്പൂർണനാണ്, ദോഷരഹിതനാണ്, പാപരഹിതനാണ്, ശരീരമില്ലാത്തവൻ, സിരകളില്ലാത്തവൻ, തത്വജ്ഞാനിയാണ്. അനാദികാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നു. ഭഗവാൻ വസ്തുതയുമായി ഗ്രഹിക്കുന്നു. വസ്തുതാപരമായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു. സാധിക്കുന്നു, അല്ലെ ഗ്രഹിക്കാൻ സാധിക്കുന്നു. മനസ്സിലായപ്പോ എങ്ങനെയാണെന്നുള്ളത്? മനസ്സിലായി. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയവും ശാശ്വതവുമായ രൂപവിവരണം. ഭഗവാൻ അരൂപനല്ല. അദ്ദേഹത്തിന് തന്റേതായ അതീന്ദ്രിയ രൂപമുണ്ട്. ഈ രൂപം പ്രാപഞ്ചിക ലോകത്തിലെ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ലോകത്തിലെ ജീവസത്തകളുടെ രൂപം ഭൗതിക പ്രകൃതിയിൽ രൂപവൽക്കരിക്കപ്പെട്ടവനാണ്. അപ്പൊ ഭഗവാൻ ഒരിക്കലും എങ്ങനെയല്ല? അരൂപനല്ല. ഭഗവാൻ ഒരു രൂപമുണ്ട് അല്ലെ. ഭഗവാൻ ഒരു രൂപമുണ്ട്. ഭഗവാൻ ഒരിക്കലും അരൂപനല്ല. ഈ പ്രാപഞ്ചിക ലോകത്തിലെ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഭഗവാന്റെ ഈ ലോകത്തിലെ ജീവസത്തകളുടെ രൂപം ഭൗതിക
പ്രകൃതിയിൽ രൂപീകരിക്കപ്പെട്ടതാണ്. അപ്പൊ ഓരോ പ്രപഞ്ചത്തിലുള്ള രൂപങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയിലുള്ള നമ്മുടെ രൂപമായിരിക്കണമെന്നില്ല അതീന്ദ്രിയ രൂപത്തിലുള്ളത്. അപ്പൊ പല രീതിയിലായിരിക്കും ഓരോ രൂപം വരുന്നത്. അപ്പൊ ഭഗവാൻ അരൂപനല്ല, ഭഗവാൻ അതീന്ദ്രിയമായ രൂപമുണ്ട്. ഓരോ പ്രപഞ്ചത്തിന്റെ ആ ലോകങ്ങളിലുള്ള രൂപങ്ങളൊന്നും വ്യത്യസ്തരായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളുടെ രൂപം ഈ ഭൗതിക പ്രകൃതിക്ക് അനുസരിച്ചാണ് രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ ഇന്ദ്രിയാതീത ശരീരം സിരകൾ പോലുള്ള യാതൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ഭഗവാന്റെ ശരീരത്തിൽ എന്തൊന്നില്ല, സിരകളൊന്നില്ല, ഞരമ്പുകളൊന്നും ഇല്ല. നമ്മുടേതുപോലെ ഭഗവാൻ പ്രകൃതി നിയമത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ശരീരം സ്വീകരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഭൗതിക പ്രകൃതിയുടെ നിയമത്തിന് അനുസൃതമായിട്ടുള്ള ശരീരം സ്വീകരിക്കുന്നു. പക്ഷെ ഭഗവാൻ അങ്ങനെ അല്ല. ഭൗതികമായ ബദ്ധ ജീവിതത്തിൽ സൂക്ഷ്മാത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ശരീരമായ മനസ്സിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഭൗതികമായിട്ടുള്ള ബദ്ധ ജീവിതത്തില് ഈ ആത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരമായ മനസ്സിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഭൗതികമായ ഈ ബദ്ധ ജീവിതത്തില് ആത്മാവ് എങ്ങനെയാണ്? സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരമായ മനസ്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. രണ്ടിലും വ്യത്യാസമാണ്. സൂക്ഷ്മ ശരീരം വേറെ, സ്ഥൂല ശരീരം വേറെ, ആത്മാവ് വേറെ. പരമപുരുഷനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, ശരീരം, മനസ്സ് എന്നിങ്ങനെ വ്യത്യാസങ്ങളില്. പക്ഷെ പരമാത്മാവിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? പരമപുരുഷനെ സംബന്ധിച്ച് ഇത് മൂന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഭഗവാന്റെ മനസ്സും ശരീരവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എങ്ങനെയാണ്? പരിപൂർണനാണ്. ഭഗവാൻ ഒരിക്കലും അരൂപനല്ല. അദ്ദേഹത്തിന് തന്റേതായ അതീന്ദ്രിയ രൂപമുണ്ട്. ഈ രൂപം പ്രാപഞ്ചിക ലോകത്തിലെ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ലോകത്തിലെ ജീവസത്തകളുടെ രൂപം ഭൗതിക പ്രകൃതിയിൽ രൂപവൽക്കരിക്കപ്പെട്ടതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഈ നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിനനുസരിച്ചാണ് നമ്മുടെ രൂപം വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും വരുന്നത്. ഓരോ ജീവാത്മാക്കളുടെ രൂപം ആ പ്രകൃതിയനുസരിച്ചായിരിക്കും രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ ഇന്ദ്രിയാതീത ശരീരം സിരകൾ പോലുള്ള യാതൊന്നും ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അപ്പുറത്തായിട്ടുള്ളതാണ് ഭഗവാന്റെ ശരീരം. അതിന് സിരകളൊന്നുമില്ല. നമ്മുടേത് പോലുള്ള ഭഗവാൻ പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമായിട്ടൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നില്ല. ഭഗവാന് നമ്മുടെ പോലൊരു ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഭൗതികമായ ബദ്ധ ജീവിതത്തിൽ ആത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരമായ മനസ്സിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഭൗതികമായിട്ടുള്ള ഈ ബദ്ധ ജീവിതത്തില് ആത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണെന്ത്? ആത്മാവ്. പരമപുരുഷനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, ശരീരം, മനസ്സ് എന്നിങ്ങനെ വ്യത്യാസങ്ങളില്ല. അവിടുത്തെ മനസ്സും ശരീരവും അവിടുന്ന് തന്നെയും ഒന്നാണ്. അവിടുന്ന് പരിപൂർണനാണ്. അപ്പോ ഭഗവാന്റെ ശരീരവും മനസ്സും ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാന്റെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവാൻ എങ്ങനെയാണ്? പരിപൂർണനാണ്. അപ്പൊ ബ്രഹ്മസംഹിതയില് പറയുന്നത് എന്താണ്? ഭഗവാൻ ശാശ്വത രൂപം, അനശ്വരത, പൂർണ്ണ ജ്ഞാനം, പൂർണ്ണ ആനന്ദം എന്നിങ്ങനെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു. അതായത് ബ്രഹ്മസംഹിതയിൽ പറയുന്നല്ലേ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാത്തിനും കാരണനായിട്ടുള്ള. അപ്പൊ ഭഗവാന്റെ രൂപം എങ്ങനെയാണ്? ശാശ്വതമായിട്ടുള്ള രൂപമാണ്. ഭഗവാന്റെ ശാശ്വതമായ രൂപം അനശ്വരത, പൂർണ്ണ ജ്ഞാനം, പൂർണ്ണ ആനന്ദം, സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാല് ശാശ്വതമായിട്ടുള്ളത്, ചിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ജ്ഞാനം, ആനന്ദം, പരമാനന്ദം. ഇത് ആണ് എന്തിനെ അർത്ഥാക്കുന്നത്? സത്ത് ചിത്ത് ആനന്ദം എന്നതിനെ പ്രതിനിധീകരിക്കുന്നതാണത്. സത്ത് എന്ന് പറഞ്ഞ ശാശ്വതമായിട്ടുള്ളത്, ചിത്ത് എന്ന് പറഞ്ഞ ജ്ഞാനം, ആനന്ദം എന്ന് വെച്ചാല് പരമാനന്ദം. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരം നമ്മുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് വൈദിക സാഹിത്യം പ്രസ്താവിക്കുന്നു. ചിലപ്പോൾ രൂപരഹിതൻ എന്ന് വർണ്ണിക്കപ്പെടുന്നു. ആ രൂപരഹിതൻ എന്നതിന്റെ അർത്ഥം അവിടത്തേക്ക് നമ്മുടേതുപോലുള്ള ശരീരമില്ലെന്നാണ്. ഇപ്പൊ ഭഗവാന് രൂപരഹിതനാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പോലത്തെ ശരീരമല്ല ഭഗവാന്റെ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഭഗവാന് രൂപമില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ പോലത്തെ ശരീരമല്ല ഭഗവാന്റെ എന്നാണ് അവിടെ രൂപരഹിതൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രഹ്മസംഹിത 5:32 ഏതു ശരീരഭാഗം കൊണ്ടും അദ്ദേഹത്തിന് ഏതു കാര്യം വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ബ്രഹ്മസംഹിതയിൽ പറയുന്നല്ലേ, ഭഗവാന്റെ ഏത് ഭാഗം കൊണ്ടും, ശരീരഭാഗം കൊണ്ടും അദ്ദേഹത്തിന് ഏത് കാര്യം വേണമെങ്കിലും നിർവഹിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഭഗവാന് എല്ലാ ഭാഗങ്ങൾ കൊണ്ട് ഏതൊരു പ്രവൃത്തിയും സാധിക്കും. കണ്ണുകൊണ്ട് കഴിക്കാൻ പറ്റും, കാലുകൊണ്ട് എന്താണ് പറയാ, കാലുകൊണ്ട് നടക്കാനായിട്ട്, കൈകൊണ്ട് നടക്കാൻ സാധിക്കും. അങ്ങനെ ഏത് അവയവങ്ങൾ കൊണ്ടും ഏത് പ്രവൃത്തിയും ചെയ്യാനായിട്ട് ഭഗവാന് സാധിക്കും. നമുക്കത് സാധിക്കില്ല.
കൈകൊണ്ട് നടക്കുക, കാലുകൾ കൊണ്ട് വസ്തുക്കൾ സ്വീകരിക്കുക, കണ്ണുകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുക മുതലായ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ശ്രുതി മന്ത്രത്തിൽ പറയുന്നത്. നമ്മുടേത് പോലുള്ള കൈയും കാലും ഇല്ലെങ്കിലും ആരേക്കാളും വേഗത്തിൽ ഓടാനും അർപ്പിക്കുന്ന വസ്തു സ്വീകരിക്കാനും ഭഗവാന് സാധിക്കും. ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റണില്ല മാതാജി, കേൾക്കാൻ പറ്റണില്ല. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് പറഞ്ഞത്? ശ്രുതി മന്ത്രത്തിൽ പറയുന്നത് നമ്മുടേത് പോലുള്ള കൈയും കാലും ഇല്ലെങ്കിലും ആരേക്കാൾ വേഗത്തിൽ ഓടാനും അർപ്പിക്കുന്ന വസ്തുക്കളെ സ്വീകരിക്കാനും ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. ആധികാരികളായ ആചാര്യന്മാരാൽ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പൂജാ വിഗ്രഹങ്ങൾ ഭഗവാന്റെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമല്ല. അപ്പൊ അമ്പലത്തിലൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങള് അത് ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതല്ല. ഭഗവാന്റെ ആദിമ രൂപം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ രൂപമാണ്. കാരണം ഭഗവാൻ നമുക്കറിയാലേ അവതാരിയാണ്. അവതാരമല്ല, ഭഗവാൻ അവതാരിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബലദേവൻ, ശ്രീരാമൻ, നരസിംഹം, വരാഹം എന്നിങ്ങനെ അസംഖ്യ രൂപങ്ങളിൽ അവിടെ നിന്ന് വിസ്തരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ പല പല രൂപവിസ്തരണങ്ങൾ ബലരാമനായിട്ടും ശ്രീരാമനായിട്ടും നരസിംഹനായിട്ടും വരാഹമായിട്ടും ഒക്കെ ഭഗവാൻ പലതരത്തിലുള്ള രൂപങ്ങളില് ഭഗവാൻ വിസ്തരിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്ന പൂജാ വിഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ വിപുലീകൃത രൂപമാണ്. അപ്പൊ ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്ന പൂജാ വിഗ്രഹങ്ങളും ഭഗവാന്റെ വിപുലീകൃത രൂപമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കാരണം ആ അർച്ചാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഭഗവാന്റെ രൂപമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. പൂജാ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലൂടെ ഒരുവനെ തൽക്ഷണം ഭഗവാനെ സമീപിക്കാൻ കഴിയുന്നു. അപ്പൊ പൂജാ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരെ തന്നെയാണ് സമീപിക്കുന്നത്? ഭഗവാനെ തന്നെയാണ് സമീപിക്കുന്നത്. തൽക്ഷണം തന്നെ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ പൂജാ വിഗ്രഹങ്ങളുടെ ആരാധനയിലൂടെ നമുക്ക് സാധിക്കുന്നു. ഈശോപനിഷത്തോ ശ്രുതി മന്ത്രങ്ങളോ അറിയാത്ത മൂഢന്മാർ ശുദ്ധഭക്തന്മാരാൽ ആരാധിക്കപ്പെടുന്ന പൂജാ വിഗ്രഹങ്ങളെ ഭൗതിക മൂലകങ്ങൾ കൊണ്ടുള്ളതായിട്ട് കണക്കാക്കുന്നു. പക്ഷെ ശ്രുതി മന്ത്രങ്ങൾ അറിയാത്ത, ഈശോപനിഷത്ത് അറിയാത്ത മൂഢന്മാർ എന്താണ് ചിന്തിക്കുന്നത്? ഭൗതിക മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവായിട്ടാണ് ഈ പൂജാ വിഗ്രഹങ്ങളെ കാണുന്നത്. താൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത് മൂലം തന്നെ നിന്ദിക്കുന്ന അല്പജ്ഞരായ ജനങ്ങളുടെ പതിതാവസ്ഥയെ കുറിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോ അപ്പൊ അവര് അല്പജ്ഞാനികളായിട്ടുള്ള ജനങ്ങള് ഭഗവാനെ ആരായിട്ടാണ് കാണുന്നത്? ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കുന്നു അല്ലെ? അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്തരത്തിലുള്ള ജനങ്ങളുടെ പതിതാവസ്ഥയില് ഭഗവാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനുമായുള്ള ബന്ധം വിസ്മരിക്കുന്നത് മാത്രമാണ് ജീവിവർഗത്തിന്റെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം. അപ്പൊ ഈ ജീവികളുടെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം എന്താണ്? നമുക്കറിയാം, ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നുപോയതാണ്. ഈ മന്ത്രത്തിലും പല മന്ത്രങ്ങളിലും അനാദികാലം മുതൽക്ക് തന്നെ അദ്ദേഹം ജീവസത്തകൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നെന്ന് പ്രസ്താവിക്കുന്നു. അപ്പോ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ജീവാത്മാക്കളെ സൃഷ്ടി നടത്തുന്നതും സ്ഥിതി നടത്തുന്നതും സംഹരിക്കുന്നതും എല്ലാം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചു പോണത്. സാധാരണ നിലയിൽ ജീവസത്തയ്ക്ക് ഭഗവാനിൽ നിന്ന് എന്ത് പദവി നേടണമെന്നോ എന്ത് പദവിക്കായി പ്രവർത്തിക്കണമെന്നോ അറിയില്ല. എന്നാൽ ജീവസത്ത തന്റെ സ്വരൂപാവസ്ഥയെ കുറിച്ച് അറിവുള്ളവനാകുന്നതോടെ ഭഗവാനെ പ്രേമഭരിത സേവനം അർപ്പിക്കുന്നതിനായി അവിടുത്തെ അതീന്ദ്രിയ സഹചാരിയായി തന്നെ സ്വീകരിക്കണമെന്ന് ആയിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പൊ സാധാരണ ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താണ്, ഒരു ലിസ്റ്റും കൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോണത് അല്ലെ? എന്തൊക്കെയാണ് ഭഗവാനോട് പറയേണ്ടതെന്ന്. പക്ഷെ എപ്പോഴാണോ നമുക്ക് മനസ്സിലായത് അപ്പൊ തൊട്ട് നമ്മൾ എന്തായി? നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ഇവിടെ ഭഗവാനോട് പ്രേമഭരിത സേവനം അർപ്പിക്കുന്നതിനായിട്ട് ഭഗവാന്റെ അതീന്ദ്രിയ സഹചാരിയായിട്ട് തന്നെ സ്വീകരിക്കണമെന്ന്. അതായത് ഭഗവാന് സേവനം ചെയ്യാനായിട്ട് നമ്മൾക്കും കൂടി അവസരം തരണമെന്നാണ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ ഭക്തനാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത്. മുന്നേ നമ്മൾ കുറെ ലിസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം നേടുന്നത്? അപ്പൊ നമ്മൾ എന്ത് മാറ്റി? നമ്മള് ആ അറിവ് നേടിയപ്പോ നമ്മൾ ഭഗവാനോട് അർപ്പിക്കുന്ന ആ രീതി അത് മാറാണ് ചെയ്യുന്നത്. നമ്മുടെ ബാഹ്യശക്തിയുടെ താൽക്കാലികമായ വശ്യതയിൽ മനം മയങ്ങുന്നവർ ഭഗവാനിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന യഥാർത്ഥ ലക്ഷ്യം വിസ്മരിക്കുന്നുവെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പൊ
ബാഹ്യശക്തിയുടെ ആ താൽക്കാലികമായ വശ്യതയില് മനം മയങ്ങുന്നവര് ഭഗവാനിലേക്ക് മടങ്ങി ചെല്ലുക എന്ന യഥാർത്ഥ ലക്ഷ്യം വിസ്മരിക്കുകയാണ്. അപ്പൊ ഈ മായയില് നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ എന്ത് മറന്നു പോകും? നമ്മുടെ മൂലസ്വരൂപമായിട്ടുള്ള ഭഗവത് സാക്ഷാത്കാരം, ഭഗവാനിലേക്ക് തിരിച്ചു പോകേണ്ടതാണെന്നുള്ളൊരു സത്യം നമ്മള് വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ജീവസത്തയുടെ ആഗ്രഹത്തിനനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകുന്നു. ജീവന് നരകത്തിൽ പതിക്കണമെന്നുണ്ടെങ്കിൽ തടസ്സപ്പെടുത്താതെ അത് അനുവദിക്കുന്നു. ഇതിനനുയോജ്യമായ പദമാണ് ഈശോപനിഷത്തിലെ യഥാതഥ്യത. അതായത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാൻ തരുന്നത്. നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് അത് തരും. അതെല്ലാം നമുക്ക് പുണ്യലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ഈശ്വരനെ പരിഭു എന്ന് വർണ്ണിക്കപ്പെടുന്നു. ഒരാളും അദ്ദേഹത്തിന് സമനോ അദ്ദേഹത്തിനേക്കാൾ ഉന്നതനോ അല്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പരിഭു എന്ന് പറയുന്നുണ്ട്. കാരണം ഭഗവാൻ ഒരാൾക്ക് തുല്യനും അല്ല, ഒരാള് ഭഗവാനേക്കാൾ ഉന്നതനല്ല. അദ്ദേഹത്തെക്കാൾ ഉന്നതനായിട്ടോ തുല്യനായിട്ടോ ആരും തന്നെയില്ല എന്ന അർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ പരിഭു എന്ന് വിശേഷിപ്പിക്കുന്നു. ജീവസത്തകൾ പ്രഭുവിൽ നിന്ന് വസ്തുക്കൾ കാക്ഷിക്കുന്ന യാചകരായി വർണ്ണിക്കപ്പെടുന്നു. അവർ അഭിലഷിക്കുന്ന വസ്തുക്കൾ അദ്ദേഹം പ്രദാനം ചെയ്യുന്നു. അപ്പൊ ജീവാത്മാക്കള് ഭഗവാനിൽ നിന്ന് വസ്തുക്കൾ കാക്ഷിക്കുന്ന യാചകന്മാരായിട്ട് വർണ്ണിക്കപ്പെടുന്നു. കാരണം എന്താണ്? നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് വേണ്ട വസ്തുക്കള് ഭഗവാനാണ് പ്രദാനം ചെയ്യുന്നത്. യാചകൻ തന്റെ ആത്മീയ ബോധത്തിലെത്തി സ്വരൂപാവസ്ഥയെ സാക്ഷാത്കരിക്കുന്നത് വരെ വിഷയസുഖങ്ങൾ യാചിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ യഥാർത്ഥ ആ സ്വരൂപാവസ്ഥയിൽ എത്തുന്നത് വരെ, സാക്ഷാത്കരിക്കുന്നത് വരെ നമ്മൾ ആ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാചിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴാണോ നമുക്ക് സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നത് അതുവരെ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി യാചിച്ചു കൊണ്ടേയിരിക്കും. ഭഗവാൻ എപ്പോഴും ഇവിടെ പരിശുദ്ധൻ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി ഈശോപനിഷത്തിൽ ശുദ്ധം അപാപവിദ്ധം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എപ്പോഴും പരിശുദ്ധനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ശുദ്ധം അപാപവിദ്ധം എന്ന പദങ്ങള് ഉപയോഗിച്ചിരിക്കുന്നത്. അപവിത്രമായ വസ്തുക്കൾ അവിടുത്തെ സ്പർശന മാത്രയിൽ തന്നെ പവിത്രമായി തീരുന്നു. അപ്പൊ പവിത്രമല്ലാത്ത വസ്തുക്കള് ഭഗവാന്റെ ആ സ്പർശന മാത്രയിൽ തന്നെ എന്തായിട്ട് മാറാണ്? പവിത്രമായിട്ട് തീരാണ് ചെയ്യുന്നത്. ഭഗവാൻ അപാപവിദ്ധൻ എന്ന് പറയാൻ കാരണം പാപത്തിന് അവിടത്തെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ടാണ് അപാപവിദ്ധൻ എന്നറിയപ്പെടുന്നത്? ഒരിക്കലും പാപത്തിന് ഭഗവാനെ സ്പർശിക്കാനായിട്ട് സാധിക്കില്ല. തന്റെ അണുനാശക ശക്തിയാൽ സൂര്യൻ നിന്ദ്യമായ വസ്തുക്കളെ പരിശുദ്ധമാക്കുന്നത് പോലെ ഒരു ഭൗതിക വസ്തുവായ സൂര്യൻ ഇത്രമാത്രം ശക്തനാണെങ്കിൽ സർവശക്തനായ ഭഗവാന്റെ വിശുദ്ധിയും ശക്തിയും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ നമുക്കറിയാം അല്ലെ, ഭൗതിക ലോകത്തിലാണ് സൂര്യനൊക്കെ വരുന്നത്. ഈ സൂര്യൻ ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ആത്മീയ ലോകത്തിലുള്ള ഭഗവാൻ എത്രത്തോളം ശക്തനായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാനും പോലും സാധിക്കുന്നതല്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇത്രയാണ് നമ്മളെ 8ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പൊ ഒന്നുകൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 8ാമത്തെ മന്ത്രത്തിൽ എന്താ പറയുന്നത്? ഭഗവാൻ ശരീരമില്ലാത്തവനാണ്, ശിരകളില്ലാത്തവനാണ്. ഭഗവാൻ സർവജ്ഞനാണ്, സമ്പൂർണനാണ്, ദോഷരഹിതനാണ്, സാമ്പരികനാണ്. ആദികാലം മുതൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുമായ വഹിക്കാൻ സാധിക്കും. എന്താ പറഞ്ഞത്? 8ാമത്തെ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു? ശരീരമില്ലാത്തവനാണ്, ശരീരമില്ലാത്തവനാണ്, പിന്നെ അതേപോലെ തന്നെ പാപരഹിതനാണ്, ദോഷരഹിതനാണ്, സർവജ്ഞനാണ്, തന്നെ നമ്മുടെ അഭിഷ്ടങ്ങളൊക്കെ നിറവേറ്റി തരുന്നവനുമാണ് ഭഗവാൻ അല്ലെ. അങ്ങനെയുള്ള ഭഗവാനെ നമ്മള് വസ്തുതാപരമായിട്ട് ഗ്രഹിച്ചിരിക്കുന്നു അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോ ചിലപ്പോ ഓർമ്മ ഉണ്ടാവാനായിട്ട് എളുപ്പമായിരിക്കും ഒരേപോലെ ആവുമ്പോ. അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുണ്ടെങ്കിൽ കേട്ടോ,
അങ്ങനെയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ ഇനി ബ്രഹ്മസംഹിതയിലെ 5:32 എന്താ പറയുന്നത്? ഭഗവാനെ ഏത് ഭാഗം കൊണ്ടും ഏത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതെ, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളും എല്ലാ രീതിയിലുള്ള പ്രവർത്തികളും ചെയ്യാൻ സാധിക്കുന്നതാണ് 5:32 പറയുന്നത്. എങ്ങനെയുള്ളവരാണ് പൂജാ വിഗ്രഹങ്ങളെ ഭൗതിക മൂലകങ്ങൾ കൊണ്ടുള്ളതായിട്ട് കണക്കാക്കുന്നത്? ഭഗവാനെ പൂജിക്കുന്നവരെ. ഭൗതിക മൂലകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അജ്ഞാനികൾ വിചാരിക്കുന്നു. ഈശോപനിഷത്തോ സ്തുതിമന്ത്രങ്ങളോ അറിയാത്ത മൂഢന്മാർ. മൂഢന്മാരല്ലേ? ഈശോപനിഷത്തോ മൂഢഭക്തന്മാർ അറിയാത്ത മൂഢന്മാരാണ് എന്ത് ചിന്തിക്കുന്നത്? ഇത്തരത്തിലുള്ള പൂജാ വിഗ്രഹങ്ങളെ ഭൗതിക മൂലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കുന്നത്. ജീവിവർഗത്തിന്റെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഭഗവാനുമായിട്ടുള്ള ബന്ധം വിസ്മരിച്ചിരിക്കുന്നത് മാത്രമാണ്. ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നുപോയത്, വിസ്മരിച്ചതാണ് അവരുടെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം. ഈശോപനിഷത്തിലെ യഥാതഥ്യത എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഭഗവാൻ നൽകുന്നു. ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് നൽകുന്നത്. നമ്മള് ഭഗവാന്റെ ലോകം ആഗ്രഹിച്ചാൽ നമുക്ക് അത് കിട്ടും. നമ്മള് എന്താ പറയാ, പുണ്യലോകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമുക്ക് കിട്ടും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാൻ നമുക്ക് നടത്തി തരുന്നത്. ഈശ്വരൻ ഇവിടെ പരിഭു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾക്കും തുല്യനല്ല ഭഗവാൻ. ഭഗവാന് തുല്യനായിട്ടോ ഭഗവാൻ ഉപരിയായിട്ടോ ആരുമില്ല എന്നല്ല എന്റെ അർത്ഥം. ഭഗവാന് തുല്യനായോ ഭഗവാൻ ഉപരിയായോ ആരുമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് പരിഭു. ഈശോപനിഷത്തിലെ ശുദ്ധം, അഭാവവിധം എന്നീ പദങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഭഗവാൻ എപ്പോഴും പരിശുദ്ധനാണെന്ന്. വസ്തുക്കൾ ഭഗവാൻ ഭാവത്തിനെ സ്പർശിക്കാൻ പോലും സാധിക്കില്ല. വസ്തു പോലും ഭഗവാന്റെ ദർശനം